ഞാൻ ഗുജറാത്തിൽ നിന്നാണ്. നമ്മുടെ പേരെന്തുവാ? എന്റെ ഒരു മാത്യു, ഗുജറാത്ത് അങ്കലേശ്വർ. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചില്ലേ പ്രായമുള്ള ആൾക്കാർക്ക് സഹായ പദ്ധതി, ഇൻഷുറൻസ് പദ്ധതി. ഞാൻ ഈ സബ്ജക്റ്റ് സാറിനോട് പറയുന്നത്, ഇത് ഇൻഷുറൻസ് പദ്ധതി എന്നാ പറഞ്ഞേക്കുന്നത്. അത് ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലെന്നാ പറയുന്നത്. പക്ഷെ ഞാൻ ഗുജറാത്തിൽ താമസിക്കുന്ന വ്യക്തിയാണ്. ഗുജറാത്തിൽ ഞാൻ ഒരു വർഷം മുമ്പ് കണ്ട ഒരു കാര്യമാണ്, കംപ്ലീറ്റ് പഞ്ചായത്തിൽ നിന്നുള്ള ആൾക്കാർ എല്ലാ വീടുകളും കയറി ഇറങ്ങി. പണ്ട് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ഇവിടെ കൊച്ചു പിള്ളേരുണ്ടോ എന്ന് ചോദിച്ചു വരുന്ന പോലെ 60-70 വയസ്സിന് മേളിൽ പ്രായമുള്ള ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചു വന്ന് അവരുടെ ഇൻഷുറൻസ് 5 ലക്ഷം രൂപയുടെ മെഡിക്ലെയിം അവർക്ക് കാർഡ് ഉണ്ടാക്കി കൊടുത്തു. വീട്ടിൽ വന്ന് ചോദിച്ച് അത് അതിനകത്ത് ദിലുഭായ് അംബാനിക്ക് കൊടുക്കാം ആവശ്യമെങ്കിൽ. സാമ്പത്തിക വ്യത്യാസമോ അങ്ങനെയൊന്നുമില്ല. 70 വയസ്സായി കഴിഞ്ഞാൽ മെഡിക്ലെയിം 5 ലക്ഷം രൂപ. അപ്പൊ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയും പറഞ്ഞത് ആ ഇൻഷുറൻസ് പദ്ധതിയും കാര്യങ്ങളും ജപ്പാനിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തെ ആ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ട് ഞാൻ വിളിക്കുമായിരുന്നു. ഞാൻ ആദ്യം എന്റെ നമ്പർ ഗുജറാത്തിൽ ഓൾറെഡി ഈ പദ്ധതി ഉണ്ടെന്നോ? ഉണ്ടെന്ന്, ഇൻഷുറൻസ് പദ്ധതി ഉണ്ട്. ചോദിച്ച് ആൾക്കാർക്ക് മെഡിക്ലെയിം പദ്ധതി കൊടുത്തതാണ്. ഇപ്പോഴുണ്ടോ? 1 വർഷമായിട്ട് സ്റ്റാർട്ടായ കാര്യമാണ്. പദ്ധതിക്ക് പേരറിയാമോ? പേരെനിക്കറിയത്തില്ല. എനിക്കറിയാം. വന്ന് ഞങ്ങളോടൊക്കെ വീട്ടിൽ വന്ന് ചോദിച്ചിട്ട് അടുത്തെവിടെയെങ്കിലും പ്രായമുള്ള ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉണ്ടെന്ന് പറഞ്ഞു വിട്ടിട്ട് പോയി കാർഡ് എഴുതി കൊടുത്തിട്ടുണ്ട്. എന്റെ പാർട്ണർ 70 വയസ്സ് കഴിഞ്ഞ ആളാ. പുള്ളിക്ക് പൈസക്കൊന്നും കുഴപ്പമില്ല, മക്കളൊക്കെ അമേരിക്കയിലാ. പക്ഷെ പുള്ളി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുള്ളി വീട്ടിൽ ചെന്നിട്ട് എഴുതിയെടുത്തിട്ട് വീണ്ടും പിന്നെ വൈഫിന്റെ എഴുതിയില്ലായിരുന്നു അന്നേരം. പിന്നെ രണ്ടാമത് പിന്നെ പുള്ളി വൈഫിന്റെയും പോയി കാർഡ് എടുത്തു. അപ്പൊ അത് കണ്ടോണ്ടാ ഞാൻ പറഞ്ഞത്. താങ്കൾ പറയുന്നത് ഇത് ഇന്ത്യയിലോ ലോകത്തിലോ ആദ്യമായിട്ടല്ല, ഇത് ഓൾറെഡി ഗുജറാത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ്. ഓൾറെഡി ഗുജറാത്തിലുണ്ട് ഈ പദ്ധതി. അതിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അതായത് ഓൾറെഡി സാറിനറിയാം, ഇവിടെ മെഡിക്ലെയിം ഓൾറെഡി 3 ലക്ഷം രൂപയിൽ കൂടുതൽ കുറഞ്ഞ വരുമാനമുള്ള ആൾക്കാർക്ക് 5 ലക്ഷം രൂപയുടെ ആദ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് 10 ലക്ഷം ആക്കി മെഡിക്ലെയിം. അതെല്ലാം ഒത്തിരി ക്രമക്കേടുകളൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ അഹമ്മദാബാദിൽ 1-2 ഹോസ്പിറ്റലൊക്കെ ബന്ദ് ചെയ്ത് കളഞ്ഞു. കാരണം ഈ മെഡിക്ലെയിമിന് വേണ്ടി ഗാവിന്നൊക്കെ ആൾക്കാരെ കൊണ്ടു വെച്ച് അവരുടെ കിഡ്നി മാറ്റി വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് റെക്കോർഡ് ഉണ്ടാക്കുക, എന്നിട്ട് വയറൊന്ന് കീറിയേച്ച് അത് ഓപ്പറേഷൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കള്ളത്തരം കാണിച്ച് പൈസ എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ആ ഹോസ്പിറ്റലൊക്കെ ബന്ദ് ചെയ്തു. അതായത് നിർത്തലാക്കുക. അവരുടെ ഡോക്ടറുടെ ലൈസൻസോ ഹോസ്പിറ്റലിലെ ലൈസൻസോ ഒക്കെ ബന്ദ് ചെയ്തു. ഉണ്ട്. ആ ഇൻഷുറൻസ് പദ്ധതി അത് ഗുജറാത്തിന് വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് ആണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഞാൻ പറഞ്ഞ 70 വയസ്സിന് മേലുള്ളത് സെൻട്രൽ ഗവൺമെന്റാണ്. പക്ഷെ 3 ലക്ഷം രൂപ വരുമാനത്തിൽ കുറഞ്ഞ ആൾക്കാർക്കുള്ളത് ഇന്ത്യ ഗവൺമെന്റ് പദ്ധതിയാണ്. അത് പക്ഷെ നമ്മുടെ കേരളത്തിൽ സാധാരണ പറയാറില്ല. കാരണം വെച്ചാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോദി നല്ലവനാകുമല്ലോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.